ഗ്യാസ് സ്റ്റവ് ഞാൻ ഇന്നലെ വെച്ച സ്ഥലത്തു നിന്നൊക്കെ എടുത്ത് മാറ്റി കേട്ടോ. അപ്പോൾ എൻ്റെ അടുത്ത് 2-3 പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗ്യാസ് സ്റ്റവ് ഈ ഒരു ഭാഗത്ത് ഈ ഒരു സിങ്കിൻ്റെ അടുത്തായിട്ട് വെക്കരുത്, കാരണം ഫയറും വാട്ടറും ഒരുമിച്ച് ഉണ്ടാവരുത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്കത് അറിയില്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനതൊക്കെ എടുത്ത് മാറ്റിയിട്ടുണ്ട്. രാവിലെ ഈ ഒരു കതക് തുറന്നിട്ടാൽ നല്ല വെളിച്ചമായിരിക്കും കേട്ടോ. ഇവിടെ ഞാനിപ്പോൾ അധികം തുറന്നിടില്ല, കാരണം പ്രാവ് വന്നിട്ട് മുട്ടയിടലും കൂട് കൂട്ടലും ഒക്കെ ഉണ്ട്. കഴിഞ്ഞ ദിവസമായിട്ടും കഴുകി ഇട്ടിട്ടുണ്ട്. പക്ഷേങ്കിൽ ചൂടല്ലേ, ഈ ഒരു ഗുജറാത്ത് മൊത്തം ഇപ്പോൾ തിളച്ചിരിക്കുകയായിരിക്കുന്നത് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ പൈപ്പൊക്കെ ഉള്ളതിനെ കൊണ്ട് അവിടെ കുറച്ച് തണുപ്പുണ്ടാവും. അതുകൊണ്ടായിരിക്കും അവിടെ തന്നെ വരുന്നത് ഈ ഒരു പ്രാവൊക്കെ. അപ്പോൾ ഞാൻ അധികം ആ വാതിൽ തുറക്കലില്ല. വാതിൽ തുറന്നു കഴിഞ്ഞാൽ പിന്നെ വരത്തില്ല. അപ്പോൾ ഞാനത് അവർക്ക് വേണ്ടി വിട്ടു കൊടുത്തതാണ് കേട്ടോ. അങ്ങനെ ഞാനത് ആ വേസ്റ്റൊക്കെ എടുത്ത് പുറത്ത് വയ്ക്കുന്നുണ്ട്. വേഗം എടുത്ത് വെച്ചിട്ടില്ലെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ തന്നെ അയാളത് എടുക്കാണ്ട് അത് പോയിക്കാളും. അപ്പം ഞാൻ വിചാരിച്ചു എണീറ്റ് മടങ്ങി ഞാൻ ഈ ഒരു വേസ്റ്റൊക്കെ എടുത്ത് പുറത്ത് വയ്ക്കും. പിന്നെ ഈ ഒരു ഗ്ലാസ് ഡോർ ഒന്ന് തുറന്ന് വയ്ക്കും കേട്ടോ. ഇത് തുറന്ന് വെച്ചാൽ അകത്തേക്കൊക്കെ നല്ലോണം കാറ്റും വരും, വെളിച്ചവും വരും. ഏറ്റവും മുകളിലായതിനെ കൊണ്ട് തന്നെ ചൂട് കൂടുതലുണ്ടെങ്കിൽ കൂടെ നല്ലൊരു കാറ്റായിരിക്കും കേട്ടോ. പിന്നെ രാവിലെ ഞാൻ ഇവിടെ കുറച്ച് സമയം ഇവിടെ വന്നിരിക്കും, ഇരിക്കല്ല നിൽക്കും. എന്നിട്ട് കുറച്ച് സമയം അവിടെ നിൽക്കും. നല്ല രസം എനിക്കിവിടെ നിൽക്കാൻ വേണ്ടിയിട്ട്. ഈ ഒരു ഗുജറാത്തിലുള്ള എൻ്റെ ഈ ദിവസങ്ങളൊക്കെ ലൈഫിൽ എനിക്ക് കിട്ടുമെന്ന് അറിയില്ല. കാരണം ഗുജറാത്തിൽ ഞങ്ങൾ എങ്ങനെ പോയാലും അടുത്ത പ്രാവശ്യം ട്രാൻസ്ഫർ ഉറപ്പാണ്. കാരണം ഒരു സ്ഥലത്ത് 4 കൊല്ലമാണ്. അപ്പോൾ ഞങ്ങൾ അടുത്ത ഈ ഒരു മാർച്ചൊക്കെ ആകുമ്പോഴത്തേക്ക് 4 കൊല്ലം കംപ്ലീറ്റ് ആവും. അപ്പോൾ ഞങ്ങൾ പോസ്റ്റിംഗ് ഉറപ്പാണ്. അപ്പം ഇനി ഗുജറാത്തിലേക്ക് ഞാൻ വരുമെന്ന് ചോദിച്ചാൽ ഇല്ല, ഇനി ഗുജറാത്തിലേക്ക് വരാനൊരു ചാൻസും ഇല്ല. 100-ൽ 98% ഗുജറാത്തിലേക്ക് ഇനി വരത്തില്ല. അപ്പോൾ എൻ്റെ ഗുജറാത്തിലുള്ള ഈ ഒരു ദിവസങ്ങളൊന്നും ഇനി എൻ്റെ ലൈഫിൽ എനിക്ക് തിരിച്ചു കിട്ടില്ല. അങ്ങനെ ലൈഫിലൊന്നും നമുക്ക് കഴിഞ്ഞു പോയിട്ടുള്ള ഒന്നും തിരിച്ച് കിട്ടില്ല. ഒക്കെ ഓർമ്മകൾ മാത്രമായിട്ട് മാറുകയാണ്. വിചാരിക്കാത്തതൊക്കെ ഇങ്ങനെ സംഭവിക്കുകയും ചെയ്യുന്നുണ്ട്. അല്ല അങ്ങ് നമ്മൾ തരണം ചെയ്ത് പോവുക തന്നെ. അങ്ങനെ രാവിലെ ചായേൻ്റെ പരിപാടികളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഞാൻ തലേദിവസം കടല കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നേ. ഒരു കടല ഇട്ടിട്ടുണ്ട്, അതിൻ്റെ കൂടെ തക്കാളിയും വലിയുള്ളി ഇട്ടിട്ടുണ്ട്. പിന്നെ ഇന്നലത്തെ ബാക്കി മാവ് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഞാനൊരു 2 ദിവസത്തേക്കൊക്കെ ഒരുമിച്ചിട്ട് അരച്ച് വെക്കുന്നതാണ്. അപ്പോൾ അതെടുത്തിട്ട് ദോശ ഉണ്ടാക്കാൻ വിചാരിച്ചു. ദോശയും കടലക്കറി ആക്കാൻ വിചാരിച്ചു. നച്ചു നല്ല ഉറക്കാണ്. ഏട്ടൻ കുളിക്കാൻ കയറിയിട്ടുണ്ട്. പിന്നെ ഇവിടെ ഞങ്ങളെ തൊട്ട് താഴത്തെ 3rd ഫ്ലോറിൽ തേർഡ് ഫ്ലോറിലുള്ള ഏട്ടനെ കൂടെ വർക്ക് ചെയ്യുന്ന ആൾ നാട്ടിൽ ലീവിന് പോയിട്ടുണ്ട്. അവിടെ ഒത്തിരി ചെടികളൊക്കെ ഉണ്ട്. അപ്പോൾ അവർ ഏട്ടൻ്റെ അടുത്ത് ചെടി ഒന്ന് നനയ്ക്കണേ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഏട്ടനെ കുളിച്ച് കഴിഞ്ഞ് ചെടി നനയ്ക്കാൻ വേണ്ടിയിട്ട് പോകും. അങ്ങനെ ഏട്ടൻ വരുമ്പോഴത്തേക്ക് ചായയൊക്കെ ആക്കി വെക്കണം. 9 മണിയാകുമ്പോൾ, ഇപ്പോൾ ലേറ്റായിട്ടാണ് ഏട്ടന് പോകാനുള്ള ബസ് വരൽ. 9 മണിയൊക്കെ ആവും ബസ് എത്താൻ വേണ്ടിയിട്ട്. അപ്പം പതുക്കനെ ഉണ്ടാക്കിയാൽ മതി. അങ്ങനെ ഞാനിതാ ദോശേൻ്റെ പരിപാടിയാണ് കേട്ടോ. ദോശ നല്ലോണം ഇങ്ങനെ പൊങ്ങി വന്നിട്ടുണ്ട്. അതുകൊണ്ട് ശരിക്കും ഇങ്ങനെ പരത്തിയെടുക്കാൻ പറ്റാത്ത പോലെ. ഞാൻ ഈസ്റ്റോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇട്ടിട്ടില്ല. പക്ഷേ ഇവിടെ ചൂടുള്ളതിനെ കൊണ്ടായിരിക്കും ഇത്രയും നല്ലോണമൊക്കെ ഇങ്ങനെ പൊങ്ങി വന്നത്. അതുമാത്രമല്ല ഇഡ്ഡലി ദോശേൻ്റെ അരി കൊണ്ടൊക്കെ ആക്കുമ്പം നല്ലോണം പൊങ്ങി വരും. അതല്ല നാട്ടിൽ നിന്ന് പച്ചരി കൊണ്ടുവന്നിട്ടാണ് ഈ ഒരു ദോശയൊക്കെ ഉണ്ടാക്കുന്നതെങ്കിൽ ഇത്രയും അങ്ങോട്ട് നന്നായിട്ട് വരില്ല. വീട്ടിലായപ്പോൾ ഞാനിങ്ങനെ ദോശ ഉണ്ടാക്കാൻ ഇഡ്ഡലി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് റേഷൻ കടയിൽ അരിയായിരുന്നു. റേഷൻ കടയിൽ നിന്ന് കിട്ടിയിട്ടുള്ള പച്ചരിയായിരുന്നു. പക്ഷേങ്കിൽ അതിന് ഇത്ര നല്ലോണം നന്നാകുന്നില്ലായിരുന്നു. ഇഡ്ഡലി ദോശേൻ്റെ അരി വേറെ തന്നെയാണെന്ന് തോന്നണം. എനിക്കതിനെ പറ്റിയിട്ട് അങ്ങനെ അറിയില്ല. പക്ഷേങ്കിൽ ഇവിടെ ഞങ്ങൾ കടയിൽ നിന്ന് വാങ്ങിക്കുമ്പം ഇഡ്ഡലി ദോശേൻ്റെ അരി എന്ന് പറഞ്ഞിട്ടാട്ടോ വാങ്ങിക്കാം. അങ്ങനെ നച്ചു എണീറ്റ് വന്നിട്ട് അവൾ ഏട്ടനെയാണ് കേട്ടോ ചോദിക്കുന്നത്. ഏട്ടൻ ഡ്യൂട്ടിക്ക് പോയി എന്നുള്ള വിചാരം. അപ്പോൾ ഫോൺ എടുക്കാണ്ട് എന്താ അമ്മയെ പോയെന്ന് ചോദിച്ചിട്ടാണ് വരുന്നത്. അങ്ങനെ ഞാൻ കറിയൊക്കെ ആക്കിയിട്ടുണ്ട്. കറി ഇറച്ചിക്കറി വെക്കുന്ന പോലെ വെച്ചതാണ് കേട്ടോ. പിന്നെ കടുക് പൊട്ടിച്ച് അതിലേക്ക് ഞാൻ ഒഴിച്ചപ്പം ഫുള്ള് ഗ്യാസുമ്മലും ബാക്കിലുള്ള ചുവരിലൊക്കെ നന്നായിട്ട് തെറിച്ചിട്ടുണ്ട്. അതിന് ഇത് ഇറക്കി വെച്ചിട്ട് അത് വേഗം തൊടുക്കണം, ഇല്ലെങ്കിൽ അത് അവിടെ പറ്റിപ്പിടിച്ച് പോവും. അങ്ങനെ പിന്നെ ഇന്ന് ഏട്ടനെ കൊണ്ടുപോകാൻ വേണ്ടി ഉച്ചക്കത്തേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഞാൻ വിചാരിച്ചു ദാലും മോരിരിപ്പുണ്ട്, പിന്നെ പയറിൻ്റെ ഉപ്പേരിയും പിന്നെ അച്ചാറ് അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ആക്കി കൊടുക്കാൻ വിചാരിച്ചു. ഞാൻ വേഗം ഒന്ന് തുടയ്ക്കുകയാണ് കേട്ടോ. തുടച്ചിട്ടില്ലെങ്കിൽ പെട്ടെന്ന് അവിടെ പറ്റിപ്പിടിച്ച് കിടക്കും. അങ്ങനെ ഇതാ ചായൻ്റെ പരിപാടിയൊക്കെ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഏട്ടൻ ചെടിയൊക്കെ നനച്ച് തിരിച്ച് വന്ന് അവളവിടെ കുറച്ച് നേരം കളിക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ എന്താണെന്നറിയില്ല, ഒത്തിരി സമയം ബാക്കിയുള്ള പോലെയാണ്. പിന്നെ രാവിലെ തന്നെ വീട്ടിൽ വിളിക്കും. ഏട്ടനും ഇപ്പം എന്നെ മറ്റേട്ടൻ ഡെയിലി എൻ്റെ വീട്ടിൽ വിളിക്കലില്ലായിരുന്നു. ഞാൻ വിളിക്കുമ്പോൾ ഏട്ടനും സംസാരിക്കും. അങ്ങനെ ഏട്ടനുള്ള സമയത്ത് ഏട്ടനും സംസാരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും ആവശ്യം. ഇപ്പം ഏട്ടൻ ഡെയിലി വിളിക്കാറുണ്ട്. അച്ഛനെയും അമ്മേനെയും ഒക്കെ വിളിക്കാറുണ്ട്.
ഏട്ടൻ വിളിച്ചിട്ടില്ലെങ്കിൽ എൻ്റെ അടുത്ത് ഇങ്ങോട്ട് ചോദിക്കും, രകേഷ് വിളിച്ചില്ലല്ലോ, എന്താ വിളിക്കാഞ്ഞേ? അപ്പം ഞാൻ പറയും ഏട്ടൻ ഡ്യൂട്ടി തിരക്കായിരിക്കും അച്ഛൻ പിന്നെ വിളിക്കുമെന്ന് പറയും. ഇന്നലെ അച്ഛൻ എന്താണെന്ന് അറിയില്ല, ഇന്നലെ അച്ഛന് ഭയങ്കര ടെൻഷനും, അമ്മ പറഞ്ഞു അച്ഛൻ കരയുകയൊക്കെ ചെയ്തിട്ടുണ്ട് എന്ന്. അച്ഛൻ്റെ കൂടെ പണിക്കൊക്കെ പോകുന്നവരുള്ള ഒരാളുണ്ട്, അവർക്ക് 60 വയസ്സായി. ഇപ്പോൾ 60 വയസ്സായിട്ട് ഷഷ്ടിപൂർത്തി അങ്ങനെ പരിപാടിയായിട്ട് നടത്തുന്നുണ്ടായിരുന്നേ. അപ്പം അച്ഛനെ വിളിച്ചിട്ടുണ്ടായിരുന്നു, അച്ഛൻ പോയിട്ടുണ്ടായിരുന്നേ. അപ്പം അച്ഛന് ഭയങ്കര സങ്കടമായി. ഓരോ മോനാണൊക്കെ ഇങ്ങനെ അവിടെ ചെയ്തൊക്കെ കൊടുക്കുന്നത്. എന്താ കാര്യം എന്നൊന്നും പറഞ്ഞില്ല. വീട്ടിൽ വന്നിട്ട് അമ്മേൻ്റെ എന്തോ ഇങ്ങനെ തരിച്ചിങ്ങനെ ഇരിക്കുക. അപ്പം അമ്മ ചോദിച്ചു എന്താണെന്ന് ചോദിച്ചപ്പം പറഞ്ഞ് അവിടെ ഇങ്ങനെ ഉണ്ട്, ഇങ്ങനെയൊക്കെ ഉണ്ട്, എനിക്കെന്ന് കണ്ടപ്പോൾ എനിക്കെന്തോ സങ്കടമായി, ഓർമ്മ വന്നു എന്നൊക്കെ പറഞ്ഞ്. അങ്ങനെ അച്ഛൻ്റെ കൂടെ ഇങ്ങനെ പണിക്കൊക്കെ പോകുന്ന ആളാണ്. അപ്പം 60 വയസ്സായിട്ട് അവർക്ക് ഇങ്ങനെ ഒരു ഫങ്ഷൻ നടത്തിയിട്ടുണ്ട്. അങ്ങനെ അന്നേരം അമ്മ എന്നെ വിളിച്ച് പറഞ്ഞു അച്ഛനിങ്ങനെ എന്തോ ഒരു ടെൻഷനൊക്കെ ആയിരുന്നു. അപ്പം ഞാൻ അച്ഛൻ ഞങ്ങൾക്ക് 60 വയസ്സാകട്ടെ നമുക്ക് ഒക്കെ നടത്താമെന്നൊക്കെ പറഞ്ഞ് വെറുതെ ഞാനൊരു തമാശ പോലെ ആക്കി. അച്ഛനിപ്പം 54 വയസ്സായി, അമ്മയ്ക്ക് 48 വയസ്സുമായി, 54 55 വയസ്സായി. അങ്ങനെ അപ്പോൾ ഏട്ടൻ ഡ്യൂട്ടിക്ക് പോയിട്ടോ. പിന്നെ ഇതാ എവിടുന്നോ ഒരു പാട്ട് കേട്ടിട്ട് അച്ഛൻ ഒറ്റയ്ക്ക് അവിടെ പോയിരുന്നിട്ട് ഡാൻസ് കളിക്കുകയാണ്. ഞാനത് അവൾ കാണാണ്ട് ഇങ്ങനെ വീഡിയോ എടുത്തതാണ്. അപ്പോൾ അതിൻ്റെ ദാലൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ദാലിന് വറവിടാൻ വേണ്ടിയിട്ട് വെളുത്തുള്ളിയും ചെറിയുള്ളിയും കൂടെ മുറിച്ചിട്ടിട്ട് അതൊന്ന് വറവിടുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ദാലിൽ ജീരകം ഇടാറില്ലായിരുന്നേ, പക്ഷേങ്കിൽ ഇന്ന് ഞാൻ കുറച്ച് ജീരകമൊക്കെ ഇട്ട് നോക്കുന്നുണ്ട്. പിന്നെ ഇതാ ചോറ് അടുപ്പത്തുണ്ട്, തിളയ്ക്കുന്നുണ്ട്. വേഗം വേവുന്നതിനെ കൊണ്ട് കുഴപ്പമില്ല. പിന്നെ എവിടെ ചോറ് വയ്ക്കുന്ന ഈ ഒരു പാത്രം ചെമ്പ് ഒന്നേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഒന്നിൽ തന്നെ വെച്ചിട്ടാണോ എന്നറിയില്ല, ചോറ് പെട്ടെന്ന് ചീത്തയായി പോവും. ഈ ഒരു ടൈം ഞാനൊരു 9 മണീൻ്റെയും 10 മണീൻ്റെ ഇടയ്ക്ക് ചോറ് വയ്ക്കും. വൈകുന്നേരം ഒരു 7 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് ചോറ് ചീത്തയായി പോവും. അപ്പോൾ വീട്ടിൽ നിന്ന് ഏട്ടൻ അമ്മ വിളിച്ചിട്ട് പറഞ്ഞു ഈ ഒരു ചോറിൻ്റെ കലം കഴുകിയിട്ട് നല്ല വെയിലത്ത് കൊണ്ടുവച്ചാൽ മതി, അങ്ങനെ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ ചിലപ്പം ചോറ് കേടാവാതിരിക്കും. അതുകൊണ്ട് ഞാനിപ്പം കഴുകിയിട്ട് വെയിലത്ത് കൊണ്ടുവച്ച് വയ്ക്കാറാണ്. പക്ഷേ എങ്കിൽ എന്നിട്ടും വലിയൊരിതൊന്നുമില്ല, ചോറ് ചീത്തയാവുന്നുണ്ട്. ചൂടായിട്ടായിരിക്കും, തണുപ്പാകുന്ന സമയത്ത് ചീത്തയാവാറില്ല. അങ്ങനെ ഇതാ ഉപ്പേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഉപ്പേരിയും ഇവിടെ വെച്ചിട്ട് ഞാനത് അവളോട് കഥ, അതിൻ്റെ ഇടയ്ക്ക് ഞാൻ അവൾക്ക് ചായ കൊടുത്തിട്ടുണ്ട്. പിന്നെ അവളെ സ്കിന്നിൻ്റെ ഡോക്ടറെ കാണിച്ചിട്ടുണ്ടായിരുന്നേ. ഇവിടെ ഉള്ളൊരു അങ്കിത എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഡോക്ടറെ കാണിച്ച്. ഗോൾഡ് മെഡലിസ്റ്റൊക്കെ ഉപ്പേരി ഭയങ്കര. ഞാൻ കുറച്ച് കാണിച്ചു. എനിക്ക് മറ്റേ ഈ ഒരു പുതിയ താളീൻ്റെ ഒരു സൈഡിലേക്ക് ആയിട്ട് കറുപ്പ് കളറാണ് കൊണ്ടാണ് കറുപ്പ് കളറും. അവർ പറഞ്ഞു ഹോർമോൺ ചേഞ്ചസിൻ്റെ ഒക്കെ ഭാഗമായിട്ട് വന്നതാണ്. അപ്പം ഒരു ക്രീമൊക്കെ തന്നു, അങ്ങനെ അതൊക്കെ കാണിച്ചു. പിന്നെ മറ്റേ നമ്മുടെ ഇതില്ലേ, അതിൻ്റെ പേര് ഒരു സംഭവം ഉണ്ട്, എനിക്ക് എന്നോട് പേര് കേട്ടോ. അത് കഴിച്ചാൽ നമ്മുടെ പിമ്പിൾസൊക്കെ ഉണ്ടായിട്ടുള്ള ആ ഒരു പാടൊക്കെ നല്ല രീതിക്ക് കുറയും. അപ്പോൾ ഞാൻ ഈ ഒരു ഗുളികേനെ പറ്റിയിട്ടൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഫോട്ടോ എടുക്കുമ്പോൾ കാണിച്ചാൽ ഇപ്പം നമ്മൾ പേ ചെയ്താലും ആ ഒരു ബില്ല് ഏട്ടൻ ഓഫീസിലായതിനെ കൊണ്ട് ആ ഒരു ബില്ല് ഏട്ടൻ അവിടെ കൊടുത്തു കഴിഞ്ഞാൽ 1 മാസത്തിനുള്ളിൽ തന്നെ നമ്മൾ കാണിച്ചിട്ടുള്ള പൈസ നമുക്ക് തിരിച്ചു കിട്ടും കേട്ടോ. അതുകൊണ്ട് ഉണ്ടെങ്കിലും പെട്ടെന്ന് കാണിക്കും. അങ്ങനെ അപ്പം നജുവിൻ്റെ ഇതൊക്കെ കാണിച്ചു. പിന്നെ അവളെ അമ്മ പറഞ്ഞില്ലേ ഉടുപ്പ് താത്തി വെക്കാൻ, ആ ഒരു സ്കിന്നിൻ്റെ ടൈപ്പിനനുസരിച്ചുള്ള മോയ്സ്ചറൈസറൊക്കെ തന്നിട്ടുണ്ടായിരുന്നു അവർ. സ്കിന്ന് ഭയങ്കരമായിട്ട് ഡ്രൈ ആയിട്ടുള്ള സ്കിന്നൊക്കെ പറ്റുന്നുണ്ടായിരുന്നേ. അങ്ങനെ ശരി. അമ്മയ്ക്ക് ശരിക്കും പറയാൻ അറിയൂലല്ലേ അമ്മേ? ഞങ്ങൾ കഥ പറഞ്ഞിരിക്കുന്ന തിരക്കിൽ ഉപ്പേരി ചെറുതായിട്ടൊന്ന് അടിപിടിച്ചു പോയിട്ടോ. വലിയ രീതിക്കൊന്നുമില്ല, ചെറുതായിട്ട്. അതന്നപ്പോൾ ഞാനൊന്ന് തീയൊക്കെ ഓഫ് ചെയ്തിട്ട് ഒന്ന് ഇളക്കുന്നുണ്ട്. പിന്നെ മോരൊന്ന് ശരിയാക്കണം. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ പല്ലൊക്കെ തേച്ച് ചായയൊക്കെ കുടിച്ചു കേട്ടോ. രാവിലെ ഞാൻ തൈറോയിഡിൻ്റെ ഈ ഒരു മരുന്ന് കുടിക്കുന്നത് കാരണം 1 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് പിന്നെ ഭക്ഷണം കഴിക്കുക. അതുകൊണ്ട് ഞാൻ ഒറ്റയ്ക്ക് കഴിക്കുക. ഏട്ടൻ പിന്നെ രാവിലെ കഴിച്ചു പോവും, അവൾക്ക് ഞാൻ പിന്നെ കൊടുക്കും. അങ്ങനെ അപ്പം ഇവിടെ ചോറും കറിയൊക്കെ ആയിട്ടുണ്ട്. ഇനിയിപ്പം വൃത്തിയാക്കുന്ന പരിപാടിയാണ്. ഇതവിടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒന്നുമില്ലല്ലോ. ചിലപ്പം ഹേമയൊക്കെ എൻ്റെ അടുത്തേക്ക് വരാൻ സാധ്യത ഉള്ളതിനെ കൊണ്ട് ഞാൻ അടുക്കളയൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്ത് വയ്ക്കുക.
അല്ലെങ്കിൽ ഞാൻ കുറച്ച് ചോറും കറിയൊക്കെ വെച്ച് ഏട്ടൻ്റെ ചോറൊക്കെ കൊണ്ട് കൊടുക്കുന്ന ആ ഒരു ടൈമിലായിരുന്നു വൃത്തിയാക്കുക. പക്ഷേങ്കിൽ ഇപ്പം ഞാൻ രാവിലെ തന്നെ ഇതൊക്കെ വൃത്തിയാക്കാറുണ്ട്. അങ്ങനെ ഈ ഒരു വൃത്തിയാക്കലൊക്കെ കഴിഞ്ഞിട്ട് വേണം നച്ചുവിന് പഴമോ എന്തെങ്കിലും കൊടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അവൾ റാഗി കുടിക്കും. റാഗി ഉണ്ടാക്കി വെക്കണം. റാഗി ഉണ്ടാക്കി വെച്ചിട്ട് വേണം ഏട്ടന് ചോറ് കൊടുക്കാൻ വേണ്ടിയിട്ട് പോവാം. അപ്പം ഞങ്ങൾ ചോറ് കൊടുത്ത് തിരിച്ച് വരുമ്പോഴത്തേക്ക് ഈ ഒരു റാഗിയൊക്കെ ഒന്ന് തടഞ്ഞ് കിട്ടും. അപ്പോൾ അതായത് മോരൊക്കെ ഇവിടെ ഉള്ളിയൊക്കെ മുറിച്ചിട്ടിട്ട് ആക്കി വെച്ചിട്ടുണ്ട്. പിന്നെ റാഗി വെക്കണം. റാഗീൻ്റെ പൊടി ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ് കേട്ടോ. ഇവിടെ റാഗീൻ്റെ പൊടിയായിട്ട് മലയാളി സ്റ്റോറിൽ കിട്ടും. ഞാൻ അങ്ങനെ റാഗീൻ്റെ പൊടിയായിട്ട് വാങ്ങാറില്ല. റാഗി വാങ്ങിയിട്ട് അപ്പം വേണ്ടത് അരച്ചെടുക്കുക കേട്ടോ ചെയ്യാറ്. അപ്പോൾ ഇത് ഞാൻ നാട്ടിൽ നിന്ന് വാങ്ങിയതാണ്. നാട്ടിൽ 5 കളർ കോഴിക്കുട്ടികളെ വാങ്ങിയിട്ടുണ്ടായിരുന്നേ. ഞങ്ങളൊരു ദിവസം ടൗണിൽ പോയപ്പോൾ നച്ചു അതിനെ കണ്ടപ്പോൾ അവൾക്ക് വേണമെന്ന് പറഞ്ഞ ഒരേ കരച്ചിൽ. അങ്ങനെ അച്ഛൻ 5 കോഴിക്കുഞ്ഞുങ്ങളെ വാങ്ങിത്തന്ന്. ആ കോഴിക്കുഞ്ഞിനെ വാങ്ങുന്ന സ്ഥലത്ത് നിന്ന് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിന് റാഗിയാണ് കൊടുക്കുക, വേറൊരു ഭക്ഷണം കൊടുക്കരുതെന്ന്. അങ്ങനെ അച്ഛനോട് റാഗിക്ക് വിളിച്ചു പറഞ്ഞപ്പോൾ അച്ഛൻ അച്ഛനെന്ന് വിചാരിച്ചിട്ട് റാഗീൻ്റെ പൊടിയാണ് കൊണ്ടുതന്നത്. അപ്പോൾ ഈ ഒരു പൊടി ഇങ്ങോട്ട് എടുത്തു. കോഴിക്കുഞ്ഞിന് പിന്നെ മാമ പൊടിക്കാത്ത റാഗി കൊണ്ട് തന്നു കേട്ടോ. പക്ഷേ എങ്കിൽ ഈ 5 കോഴിക്കുഞ്ഞുങ്ങൾ ഞങ്ങൾ വരുന്ന വരെ 4 കോഴിക്കുഞ്ഞുങ്ങളുണ്ടായിരുന്നേ. ഒന്ന് ചത്തുപോയിട്ടുണ്ടായിരുന്നു. ഇപ്പം ബാക്കിയുള്ള 4 ചത്തുപോയി. അങ്ങനെ ആ ഒരു കാന്താരി ഞാൻ ഇത് ഷോർട്സിലൊക്കെ ഇട്ടിട്ടില്ലേ, ആ ഒരു 5 കോഴിക്കുഞ്ഞുങ്ങളും ചത്തുപോയി കേട്ടോ. അങ്ങനെ ഇതാ ചോറൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഡ്രസ്സൊക്കെ ഒന്ന് മാറിയിട്ട് ചോറ് കൊടുക്കാൻ പോകണം. പിന്നെ എനിക്ക് അതിൻ്റെ അടുത്തുള്ളൊരു കടയിലൊന്ന് പോകണം കേട്ടോ. ഞാൻ രാവിലെ തൊട്ടേ ചോദിക്കുന്നുണ്ട് അമ്മ അച്ഛനൊരു ചോക്ലേറ്റ് വാങ്ങിച്ചു തരുമെന്ന്. ഇപ്പം അങ്ങനെ ചോക്ലേറ്റിനൊന്നും ചോദിക്കാറില്ല. അപ്പം രാവിലെ തൊട്ടേ ചോദിക്കുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു വാങ്ങിച്ച് തരുമെന്ന്. അപ്പം അവിടെയുള്ള കടയിൽ നിന്ന് എന്തെങ്കിലും ഒന്ന് വാങ്ങിച്ചു കൊടുക്കണം. അങ്ങനെ ചോറൊക്കെ കവറിൽ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഞങ്ങൾ ഇത് കൊടുക്കാൻ പോയിട്ട് വരാം. വെയിലത്തൂടെ നടക്കല്ല, സൈഡ് നിൽക്ക്. ബസ് അവിടെ ഉണ്ട്. ഇനി അതിൽ കൊടുക്കണം. എന്നിട്ട് പുറത്തുനിന്ന് 2-3 ചോക്ലേറ്റ് വാങ്ങിയിട്ട് തിരിച്ച് വീട്ടിലേക്ക് വരണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യാൻ വേണ്ടി മറക്കരുത്. പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ വരാം. താങ്ക്